പൗരത്വ ഭേദഗതി നിയമചട്ടങ്ങൾ നിലവിൽ വന്നിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതെ മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാജ്യത്ത് വേദനിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ കളിയാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന പ്രമേയത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ നിയമ ഭേദഗതി പാസാക്കിയത് 2019 ഡിസംബർ 2-ാം വാരത്തിലായിരുന്നു. ആ പാസാക്കിയ ഉടനെ തന്നെ അതിനെതിരെ കടുത്ത പ്രതിഷേധമുയർന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ടായി. ഡിസംബർ 10-ന് ജനങ്ങൾ രാജ്യത്താകെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പക്ഷേ ആ ദിവസം നമ്മുടെ കോൺഗ്രസ് എംപിമാർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? കേരളത്തിൽ നിന്ന് മഹാഭൂരിഭാഗമായിരുന്നല്ലോ അന്ന് കോൺഗ്രസ് എംപിമാർ. അവര് ഈ ദിവസം ജനങ്ങളാകെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ രാജ്യത്തെ ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോഴും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ കരി നിയമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ മുൻനിരയിൽ LDF സർക്കാർ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. KT ജലീൽ MLA അധ്യക്ഷനായി. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ദിനേശ്, ഉമ്മർ സുല്ലമി, ഡോക്ടർ ഫസൽ ഗഫൂർ, ആലങ്കോട് ലീലാകൃഷ്ണൻ, സബാഹ് പുൽപ്പറ്റ, VP അനിൽ, KK തങ്ങൾ വെട്ടിച്ചിറ, ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ, മന്ത്രി V അബ്ദുറഹ്മാൻ, പാലോളി മുഹമ്മദ് കുട്ടി, AP അബ്ദുൽ വഹാബ്, അഹമ്മദ് ദേവർകോവിൽ, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ എന്നിവർ സംസാരിച്ചു. പൊന്നാനി മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ, മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി വസീം, വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ എന്നിവരും സംബന്ധിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.